തപാൽ വോട്ട് പൊട്ടിച്ചു തിരുത്തിയെന്ന ജി സുധാകരനെതിരായ കേസിൽ തുടർ നടപടികളുമായി പോലീസ്. ഇന്ന് സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തിയേക്കും. ബൂത്ത് പിടുത്തം, വ്യാജരേഖ ചമയ്ക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് സുധാകരനെതിരെ ചുമത്തിയിരിക്കുന്നത്. പോലീസ് തിടുക്കപ്പെട്ട് കേസെടുത്തതിൽ ജി സുധാകരന് അതൃപ്തിയുണ്ടെന്നാണ് സൂചന. ശരത് എസ്.എസും റഹീസ് റഷീദുമാണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. ഗുഡ് മോർണിംഗ് ഗൈസ്. ആദ്യം ശരത്തിലേക്ക് തന്നെ പോകാം. ജി സുധാകരന്റെ അടുത്ത് നിൽക്കുന്ന ആള് ശരത്താണല്ലോ. ഗുഡ് മോർണിംഗ് ശരത്ത്. ജി സുധാകരനുമായി സംസാരിച്ചോ? ഇപ്പോഴുള്ള നീക്കുപോക്കുകളിലൊക്കെ അദ്ദേഹം എന്താണ് പറയുന്നത്? ഗുഡ് മോർണിംഗ് സുജയ. നിലവിൽ ജി സുധാകരൻ വളരെ അസ്വസ്ഥനാണ് എന്ന് വേണം പറയാൻ. കാരണം പോലീസ് ഈ ഒരു നിയമ നടപടികളിലേക്ക് കടന്നതോടുകൂടി തന്നെ ജി സുധാകരൻ വലിയ അസ്വസ്ഥനാണ്. പ്രത്യേകിച്ച് പാർട്ടിയിൽ നിന്നും തന്നെ സുധാകരനെ ആരും ബന്ധപ്പെടുന്ന ഒരു സാഹചര്യമില്ല. അങ്ങനെ ഒരു ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല ഇന്നലെ സംസ്ഥാന സെക്രട്ടറി അടക്കം ജി സുധാകരനെ ഈ ഇത്തരം പ്രസംഗങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധിക്കണമെന്ന രീതിയിലാണ് ഒരു പ്രതികരണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ജി സുധാകരൻ ആ തരത്തിൽ ഒരു ഒറ്റപ്പെട്ടു നിൽക്കുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല കേസ് ഇപ്പോൾ അതിലെ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. പോലീസ് ഇപ്പോൾ എന്തായാലും മൊഴിയടക്കമുള്ള ശേഖരിക്കുന്ന നടപടികളിലേക്ക് വൈകാതെ തന്നെ കടക്കും. ഇന്ന് തന്നെ ഒരുപക്ഷെ ജി സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് കടക്കും. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത എൻജിഒ യൂണിയന്റെ പരിപാടിയിൽ പങ്കെടുത്ത ആളുകളുടെ ഒക്കെ തന്നെ മൊഴി രേഖപ്പെടുത്തുന്നതും വീഡിയോ ദൃശ്യങ്ങളൊക്കെ ശേഖരിക്കുന്നതും അത്തരം നടപടികളിലേക്ക് പോലീസ് എന്തായാലും വൈകാതെ കടക്കും. അതേസമയം പോലീസിന് ചില ആശങ്കകളുണ്ട്. അതായത് ഈ കേസ് നിലനിൽക്കുമോ എന്നൊരു ആശങ്ക പ്രധാനമായും പോലീസും ഒപ്പം നിയമവിദഗ്ധരും ഒക്കെ തന്നെ പങ്കുവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് 1989 നടന്ന സംഭവത്തെക്കുറിച്ചാണ് ജി സുധാകരൻ പ്രസംഗത്തിൽ പറഞ്ഞത്. പക്ഷേ 89 തെരഞ്ഞെടുപ്പിലാണെന്ന് പറയുമ്പോൾ പോലും ഏത് ദിവസമാണ് അല്ലെങ്കിൽ ഏത് സമയത്താണ് ഇത്തരമൊരു കൃത്രിമം നടത്തിയതെന്ന് വ്യക്തമല്ല. മാത്രമല്ല അന്നത്തെ തെരഞ്ഞെടുപ്പ് രേഖകൾ പലതും ഇപ്പോൾ ലഭ്യമല്ല. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഇത് അന്വേഷണം നടത്തുമെന്നൊരു ആശങ്ക പോലീസിനുണ്ട്. ഒപ്പം ആ സമയത്തുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ആരൊക്കെയാണെന്ന് പോലും പോലീസിന് വ്യക്തമല്ലാത്ത സാഹചര്യത്തിൽ ഇതിന്റെ അന്വേഷണം ഏത് നിലയ്ക്ക് കൊണ്ടുപോകും എന്നൊരു ആശങ്ക പോലീസിനുണ്ട്. ആ രീതിയിൽ ഇത്തരം ആശങ്ക നിലനിൽക്കെ എന്തുകൊണ്ടാണ് പോലീസ് തനിക്കെതിരെ കേസ് എടുത്തത് എന്നൊരു പ്രധാന കാര്യമാണ് ജി സുധാകരനും ചോദിക്കുന്നത്. എങ്ങനെ ഇത്തരം താൻ പറഞ്ഞത് താൻ തന്നെ തിരുത്തുകയും ചെയ്തതാണ്. മാത്രമല്ല താൻ ഉദ്ദേശിച്ചത് ഒരു ഇത്തരം കൃത്രിമം നടക്കുന്നുണ്ട്, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണെന്നുള്ളതായിരുന്നു ജി സുധാകരന്റെ പ്രതികരണം. അത് പിന്നീട് താൻ തിരുത്തി പറയുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് തനിക്കെതിരെ കേസെടുത്തത് എന്നുള്ളത് സുധാകരൻ സംശയിക്കുന്നുണ്ട്. അതിൽ പാർട്ടിയിൽ നിന്നുള്ള ഇടപെടലുണ്ട്, അല്ലെങ്കിൽ തന്റെ പാർട്ടിയിൽ നിന്നുള്ള ശത്രുക്കൾ തന്നെയാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയതെന്നൊരു ആശങ്ക ജി സുധാകരനുണ്ട്. അതുകൊണ്ട് തന്നെ ജി സുധാകരൻ ഈ വിഷയത്തിൽ എന്തായാലും വളരെ അസ്വസ്ഥനാണ്. അപ്പോൾ അതേസമയം ജില്ലാ സെക്രട്ടറി സുധാകരനെതിരെ എന്തിന് കേസെടുത്തു എന്ന രീതിയിൽ പോലീസിനെ വിമർശിച്ചാണ് രംഗത്ത് വന്നത്. ആ രീതിയിൽ ജില്ലാ സെക്രട്ടറി സുധാകരനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ പോലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കം സുധാകരനെ തള്ളിപ്പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ സുധാകരൻ വളരെ അസ്വസ്ഥനാണ്. ഓക്കെ, സുധാകരൻ അസ്വസ്ഥനാണ് റഹീസ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ പ്രതികരണങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യതയും ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. റഹീസ്, പോലീസ് പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ വകുപ്പുകളൊക്കെ ചുമത്തി നിയമപരമായി എടുക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. ജി സുധാകരന്റെ മൊഴിയെടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ഉണ്ടാകുമോ റഹീസ്? സുജയ, ജി സുധാകരനെതിരെ കേസെടുക്കാതിരിക്കാൻ പോലീസിന് കഴിയുമായിരുന്നില്ല. കാരണം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഒരു നിർദ്ദേശം പോലീസിന് നൽകിയിരുന്നു. അത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് ഓഫീസറായ അവിടുത്തെ ജില്ലാ കളക്ടർ വഴി FIR രജിസ്റ്റർ ചെയ്യണമെന്നും ഇന്ന വകുപ്പുകൾ അനുസരിച്ച് ജി സുധാകരൻ പറഞ്ഞത് തെറ്റായ കാര്യമാണ് എന്ന് വ്യക്തമാക്കി ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. സ്വാഭാവികമായും പോലീസിന് ഏതെങ്കിലും തരത്തിൽ കേസെടുക്കാതിരിക്കാൻ ആവില്ല. അതുകൊണ്ടാണ് പോലീസ് തിടുക്കത്തിൽ കേസെടുത്തത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സുധാകരനെ സംബന്ധിച്ച് CPMന്റെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഈ വിഷയത്തിൽ ഒരു പിന്തുണയും ലഭിക്കില്ല എന്ന കാര്യം ഇന്നലെ തന്നെ വ്യക്തമായതാണ്. ഇന്നലെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നപ്പോൾ പാർട്ടിയെ പ്രതിരോധത്തിൽ നിർത്തുന്ന നീക്കമാണ് ജി സുധാകരന്റെ ഭാഗത്ത് നിന്ന് അടുത്തിടെ ഉണ്ടായത്. ഇപ്പോൾ ജി സുധാകരൻ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യം പാർട്ടി കള്ളവോട്ട് ചെയ്യുന്ന ആളാണ്, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് CPM എന്ന് രാഷ്ട്രീയ എതിരാളികളെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് തുല്യമായ കാര്യമാണ് ജി സുധാകരൻ ചെയ്തത്. അതുകൊണ്ട് സുധാകരന് ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള പിന്തുണയും പാർട്ടി നൽകേണ്ടതില്ല എന്ന തീരുമാനമാണ് ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റ് എടുത്തത്. അതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞത് സുധാകരൻ ശ്രദ്ധിക്കണം, നിയമപരമായ നടപടികൾക്ക് എന്തിന് സുധാകരന് പാർട്ടി പിന്തുണ കൊടുക്കണം എന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചത്. സുധാകരനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് മിനിഞ്ഞാന്ന് ഈ വിവാദം വന്നതിന് പിന്നാലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിലുള്ള സുധാകരനുമായി അടുപ്പമുള്ള നേതാക്കൾ
സുധാകരനോട് പറഞ്ഞത് തിരുത്തി പറയണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശം അനുസരിച്ചാണ് അവസാന സമയം വന്നപ്പോൾ സുധാകരൻ ഞാൻ ഉദ്ദേശിച്ചത് വെറും ഭാവനയാണ് എന്ന തരത്തിൽ മാധ്യമങ്ങളോടും പിന്നീട് അമ്പലപ്പുഴ തഹസിൽദാർക്കും മൊഴി നൽകിയത്. ഭാവന കുറച്ച് കൂടിപ്പോയി റഹീസ. ഭാവന കൂടിയതിൽ എന്തായാലും കേസുമായിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ തുടർ നടപടികൾ എന്താണെന്ന് അറിയാൻ നമുക്ക് കാത്തിരിക്കാം. ഇന്നത്തെ നീക്കങ്ങളോടുള്ള സുധാകരന്റെ പ്രതികരണം എന്താണെന്ന് അറിയാൻ ശരത്തും അവിടെ തന്നെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചോളൂ. താങ്ക് യു. ഇന്നത്തെ ദിവസം രണ്ടുപേർക്കും ഗംഭീരമാകട്ടെ.